മാഷേ, വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശത്തുനിന്ന് വരുന്നത്. മണിപ്പൂർ വീണ്ടും അശാന്തമായിരിക്കുന്നു. ഈ അശാന്തി വളരെ ആഴത്തിലുള്ളതും വലിയ വേദനയുളവാക്കുന്നതുമാണ്. എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ അവിടെ അപ്സ്പ, സൈന്യത്തിന് അനിയന്ത്രിതമായ അധികാരം നൽകുന്ന അപ്സ്പ എന്ന പഴയ നിയമം അവിടെ വീണ്ടും ഇന്നു മുതൽ നടപ്പാക്കുകയാണ്. ആ നിയമത്തിന് കീഴിലാണ് ഇനി മണിപ്പൂർ. വളരെ ദാരുണമായ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 6 പേര് കൊല്ലപ്പെട്ടു എന്ന വാർത്ത, ഏറ്റവും അവസാനത്തെ വാർത്ത 6 പേര് മരിച്ചു എന്നാണ്. അതിനു മുമ്പൊരു 11 പേരോ 10 പേരോ എന്തോ മരിച്ചു. പലരെയും തട്ടിക്കൊണ്ടുപോകുന്നു. ഈ കുക്കി മെയ്തി പോരാട്ടം ഒരിക്കലും അവസാനിക്കാത്ത 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ അവസാനിക്കാത്ത പോരാട്ടത്തിലേക്ക് അത് പോയിരിക്കുകയാണ്. എന്താണ് അവിടെയുള്ള ഏറ്റവും ഒടുവിലത്തെ ഈ ദാരുണമായ സംഭവങ്ങൾ ഒന്ന് വിവരിക്കാം? സത്യം പറഞ്ഞാൽ ഈ മണിപ്പൂർ ഇഷ്യൂവിനെ നമ്മൾ അർഹിക്കുന്ന ഗൗരവം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഗുരുതരമായ നമ്മുടെ അതിർത്തി സംസ്ഥാനമാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന സംസ്ഥാനമാണ്. ചെറുതാണ് എന്നതുകൊണ്ട് ഒരിക്കലും ഒരു സംസ്ഥാനം അപ്രധാനമാകുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തി പ്രദേശത്തെ 5-6 സംസ്ഥാനങ്ങൾ, ഒരു 6 സംസ്ഥാനങ്ങളെങ്കിലും പുതിയ കാലത്ത് പണ്ടില്ലാത്ത തരത്തിലുള്ള തന്ത്രപ്രാധാന്യമുള്ളതാണ്, നയതന്ത്ര പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ അതിർത്തിയാണ്. വൈദേശിക താല്പര്യങ്ങൾ അവിടെയുണ്ട്. അവിടുത്തെ എത്നിക് ഇഷ്യൂസ് പോലും പലപ്പോഴും വൈദേശികമായ സ്പോൺസർഷിപ്പ് ഉള്ളതാണ്. ഇപ്പം മണിപ്പൂരിലെ ഒരു കൊച്ചു ഗോത്രവർഗ വിഭാഗമാണ് കുക്കികളാണ് ഇപ്പോൾ അവിടെ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കലാപത്തിന് കാരണം പറഞ്ഞത് നേരത്തെ ഈ പട്ടികവർഗ പദവി ഇല്ലാതിരുന്ന മെയ്റ്റികൾക്ക് കൂടി, അവർ സത്യത്തിൽ ഗോത്രവർഗക്കാർ തന്നെയാണ്, പക്ഷേ ഗോത്രവർഗത്തിൻ്റെ കേന്ദ്ര പദവി അവർക്ക് കൂടി കിട്ടി. വിശ്വാസപരമായി അവർ ഹിന്ദുക്കളാണ്. മെയ്റ്റി വിഭാഗത്തിലെ മഹാഭൂരിപക്ഷം ഹിന്ദു വിശ്വാസമുള്ള ഗോത്രവർഗക്കാരാണ്. എന്നാൽ പരമ്പരാഗതമായി ക്രിസ്ത്യൻ വിശ്വാസമുള്ള ഗോത്രവർഗക്കാരാണ് കുക്കികളും സൂ എന്ന് പറയുന്ന ഒരു വിഭാഗവും. ഈ 2 വിഭാഗവും അവിടുത്തെ. പക്ഷേ ഈ കുക്കികളിലും ഹിന്ദുക്കളില്ലേ? കുക്കികളും ഈ പറയുന്ന മെയ്തികളിൽ ക്രിസ്ത്യൻസും, മെയ്തികളിൽ ക്രിസ്ത്യൻസ് ഉണ്ട്, മൈനോറിറ്റി. കുക്കികളിൽ ഹിന്ദുക്കളും മൈനോറിറ്റിയാണ്. അതാണ് അവിടുത്തെ ഒരു സ്ഥിതി. അപ്പോൾ അതൊരു പ്രത്യക്ഷത്തിൽ മെയ്റ്റി കുക്കി ഇഷ്യൂ ആയി. അതിനെ ബ്രോഡായിട്ട് എടുത്തപ്പോൾ ആളുകൾ കണ്ടത് ഹിന്ദു ക്രിസ്ത്യൻ ഇഷ്യൂ ആയിട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഭരണതലത്തിലുള്ള ഇഷ്യൂ ആയിട്ട് പരിഹരിക്കാനാണ് ശ്രമിച്ചത്. കായികമായിട്ട് നേരിടാൻ എനിക്ക് തോന്നുന്നു മോദി സർക്കാർ മോദി അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയ കാരണം കൂടിയുണ്ട്. മോദിക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ, മോദി എടുക്കുന്നൊരു സ്ട്രാറ്റജി അതാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തുക. അതിപ്പോൾ എല്ലാ നിയമങ്ങളിലും അത് കാണാനുണ്ടല്ലോ, പൗരത്വ ബില്ലിൽ അതുണ്ട്. ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ, കാരണം ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പോളിസി ഉണ്ടാവുമല്ലോ, എല്ലാവരെയും ഒരേ സമയം ശത്രുവാക്കാൻ പാടില്ല. ആഗോളതലത്തിൽ ഭീകരവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആ അർത്ഥത്തിൽ ഐഡിയോളജിക്കലി എനിമിയായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്താൻ, പ്രത്യേകിച്ച് ആ പോരാട്ടത്തിൽ കൂടെ നിർത്താൻ ആഗോളതലത്തിൽ ഇപ്പോൾ, അതായത് മാഷെ, ഈ ജിഹാദികൾക്കെതിരായ, ഭീകരവാദം മുഴക്കുന്ന ജിഹാദികൾക്കെതിരായ, മോദി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മതമൊന്നുമില്ല, അവരുടെ മതം ഇതാണ്, അക്രമത്തിൻ്റെയും. അത് മതമൊന്നുമല്ല. ഭീകരത എന്ന് പറയുന്നത് എൻ്റെ കണക്കിൽ അത് ഒന്നുകിൽ മനുഷ്യൻ്റെ ഒരു പൈശാചികതയാണ്, അതോടൊപ്പം അത് വലിയ തോതിൽ വ്യാപാരവുമാണ്. അപ്പോൾ അതിനെതിരായി നടക്കുന്ന നീക്കത്തിൽ ആഗോളതലത്തിൽ തന്നെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഭീകരവിരുദ്ധ പോരാട്ടത്തിലാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ആഗോളതലത്തിൽ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചായാലും അല്ലെങ്കിൽ ഇന്ത്യയിൽ സുരക്ഷിതമായ ഒരു രീതി, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രാറ്റജിക്കലായ ഒരു മെത്തേഡാണ് ക്രിസ്ത്യാനികളെ ശത്രുവാക്കാത്തൊരു നിലപാട്. അതുകൊണ്ട് ഈ മണിപ്പൂർ ഇഷ്യൂവിൽ വളരെ സൂക്ഷിച്ചാണ് ഇടപെട്ടത്. മണിപ്പൂർ ഇഷ്യൂ ഒരിക്കലും കമ്മ്യൂണൽ ആവാതിരിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ അതേ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുക്കികൾക്കിടയിൽ ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാം സായുധ ഗ്രൂപ്പുകളാണ്. അവർക്ക് ആയുധങ്ങൾ കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് പോലും വേണ്ട രീതിയിലുള്ള ഒരു ചിത്രം നമ്മുടെ മുന്നിൽ.
അപ്പോൾ സായുധമായുള്ള പോരാട്ടമാണ് കുക്കികൾ നടത്തുന്നത്. ഒരു ചെറിയ ഗ്രൂപ്പാണ്. അവരാണ് മെയ്ത്തികളെ വലിയ തോതിൽ ആക്രമിക്കുകയും കൊല്ലുന്നതും അടിച്ചമർത്തുന്നതും. കഴിഞ്ഞ ഒരു കൊല്ലത്തെ കണക്ക് 1.5 കൊല്ലമായി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓർമ്മ 2022 അവസാനമൊക്കെ ആയപ്പോൾ അല്ല, ഒടുവിലത്തെ പൊട്ടിത്തെറി വലിയ തോതിൽ ഉണ്ടായി തുടങ്ങിയത് 2023 ഒക്ടോബറിലാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ 1.5 കൊല്ലമായി. 1.5 കൊല്ലമായി നിരന്തരമായ രക്തച്ചൊരിച്ചിലാണ്, മേത്തി കുക്കി വേട്ടയാടലാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു കണക്ക് പറയുന്നത് ഔദ്യോഗികമായ കണക്കിന് അപ്പുറത്താണ് അത്ര യഥാർത്ഥ കണക്ക്. ചെറിയൊരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവിടുത്തെ പക്ഷേ ഈ 1.5 കൊല്ലത്തിനിടയിൽ അവിടെ കൊല്ലപ്പെട്ടത് 260-63 അത്രയും മനുഷ്യർ കൊല്ലപ്പെട്ടു. 60,000-ഓളം പേര് ഡിസ്പ്ലേസ്ഡ് ആയി അവിടുന്ന്. എന്ന് വെച്ചാൽ പലായനം ചെയ്യേണ്ടി വന്നു, ഓടിപ്പോകേണ്ടി വന്നു, മാറിപ്പാർപ്പിക്കേണ്ടി വന്നു. ഇപ്പോൾ ഈ മണിപ്പൂരിൻ്റെ താഴ്വര ഉണ്ടല്ലോ, മലമ്പ്രദേശത്ത് ആണ് കുക്കികളുടെ അതിൻ്റെ താഴ്വാരത്ത് താമസിക്കുന്ന മീത്തികളെയാണ് അവരുടെ പ്രദേശത്തേക്ക് എരച്ച് കയറിയിട്ട് ആക്രമിക്കുന്നത്. ഇപ്പോൾ ഒടുവിലത്തെ ആക്രമണത്തിൽ ഈ മീത്തികളായ 6 പേരെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് പരസ്യമായിട്ട്. അത് ആരാണ് ഈ 6 പേര്? ആദ്യം അവരോട് അവിടെ നിന്ന് പോയിക്കോളാൻ പറഞ്ഞു, ഭീഷണിപ്പെടുത്തിയിട്ട്. അവർ പോകാൻ കൂട്ടാക്കാത്ത സമയത്താണ് ഈ 6 പേരെ തട്ടിക്കൊണ്ടുപോയത്. അത് ആ തട്ടിക്കൊണ്ടുപോയത് വെച്ച് വിലപേശിയിട്ടാണ് പിന്നെ അവരവിടെ നിന്ന് ഒഴിപ്പിച്ച് കളഞ്ഞത്. ഈ 6 പേരെ അപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല. 6 പേരിൽ എന്ന് പറഞ്ഞാൽ 3 ആണുങ്ങളും 3 പെണ്ണുങ്ങളുമാണ്. അതിൽ 3 പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ്, പെൺകുട്ടി. അതുൾപ്പെടെയാണ് ഈ 3. വേറൊന്ന്, അതിനെ ചെറുക്കാൻ ചെന്ന 2 മീത്തികളായ വയസ്സന്മാർ, കാരണവന്മാർ, കുടുംബത്തലവന്മാരായ 2 മീത്തി കാരണവന്മാരെ ആ തെരുവിലിട്ട് കത്തിച്ചു കളഞ്ഞു പരസ്യമായിട്ട്. ഇതാണ് അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ സിറ്റുവേഷൻ. അത് ഈ 11-ാം തീയതിയാണ്. ഇന്ന് 15 അല്ലായിരുന്നു, 4 ദിവസം മുമ്പാണ്. അതോടുകൂടി സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോയപ്പോൾ. പക്ഷേ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, പണ്ട് ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരു കരിനിയമം ഉണ്ടായിരുന്നു. കരിനിയമം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം അവിടുത്തെ പ്രശ്നങ്ങൾ അമർച്ച ചെയ്യാൻ വേണ്ടി അന്നത്തെ കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്നതാണ്. അഫ്സ്പ, സൈന്യത്തിന് അമിതമായ അധികാരം കൊടുക്കുന്ന, അനിയന്ത്രിതമായ അധികാരം കൊടുക്കുന്ന, സൈന്യത്തിന്റെ കീഴിലാണ് അവിടെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആക്ടോ, അവർക്കുള്ള പ്രത്യേക അവകാശം. ആ അവകാശം എന്നും മണിപ്പൂരികൾക്കെതിരാണ്. മണിപ്പൂരിലെ സാധാരണ ജീവിതത്തെ അതിനെതിരെ വലിയ സമരമൊക്കെ നടന്നു. വലിയ സമരങ്ങൾ എത്രയോ ദീർഘകാലമായി നടത്തിയത്. അതിന്റെ ഒടുവിലത്തെ ആ പോരാളിയായിരുന്നു ഇറോം ശർമിള. അവർ പിന്നെ സമരമൊക്കെ നിർത്തി, സമരം വിട്ടുപോയി, രാജ്യം തന്നെ വിട്ടുപോയി, കല്യാണം കഴിച്ച് ഇംഗ്ലണ്ടിലോ എങ്ങാണ്ട് പോയി. അവര് പോയെങ്കിലും ആ കോസ് അവിടെ നിലനിൽക്കുന്നുണ്ട്, ഇഷ്യൂ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മോദി സർക്കാർ പിൻവലിച്ചു. അതോടുകൂടി തന്നെ ആ നാട്ടുകാർക്ക് വലിയ സമാധാനം. മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന ആ മാറ്റം ഉണ്ടല്ലോ, അവർ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അനുഭവിച്ച ഒരു സമാധാനക്കേട് മാറിക്കിട്ടുകയായിരുന്നു. അപ്പോഴാണ്, കാരണം ഒരു അസ്വാതന്ത്ര്യത്തിന്റെ അന്തരീക്ഷമാണത് ആയിരുന്നു അത് ദൈനംദിന ജീവിതത്തെ വല്ലാണ്ട് ബാധിച്ചിരുന്നു. കാരണം പട്ടാളത്തിനും വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരുടെ സുരക്ഷയോർത്താണ് അവർ ഈ നിയമം അടിച്ചേൽപ്പിക്കുന്നത്. പക്ഷേ അപ്പോൾ പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. മെയ്ത്തികൾക്ക് ഗോത്രവർഗ ഇത് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ മിലിറ്റന്റ് ഗ്രൂപ്പുകളൊക്കെ മറനീക്കി പുറത്തു വന്നു. അതിന് വിദേശ പിന്തുണയും കിട്ടി. ആരുടെയൊക്കെ ഏതൊക്കെ വഴിക്ക് വരുന്നു നമുക്ക് പറയാൻ വയ്യ. അതാണ് അവസ്ഥ. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ചിത്രം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഒടുവിൽ ഇന്നത്തെ വാർത്ത എന്ന് വെച്ചാൽ ഇന്നലെ നടന്നത്, ഇപ്പോൾ അവിടെ നടക്കുന്നത് മെയ്ത്തികളും കുക്കികളും തമ്മിലല്ല ഇനി പോരാട്ടം. അവിടെ സമാധാനക്കേട് വന്നിരിക്കുന്നു, ലോ ആൻഡ് ഓർഡർ പോയിരിക്കുന്നു എന്ന് കണ്ടാൽ ഇതുവരെ സ്റ്റേറ്റ് ഗവൺമെന്റിന് വിട്ടുകൊടുത്തു. ഗവൺമെന്റ് സർക്കാർ ചെയ്യട്ടെ, കാരണം അവിടെ BJP സർക്കാർ സഹായിക്കാം. ബിരേൻ സിംഗ്, എന്താണ് ബൈരൻ സിംഗ്, അങ്ങനെ എന്താണ് മുഖ്യമന്ത്രിയുടെ പേര്, ഉച്ചാരണമൊക്കെ വ്യത്യാസമുണ്ട്. എന്തായാലും അദ്ദേഹം അവിടെ കൈകാര്യം ചെയ്തോളും എന്ന് വെച്ചു. പക്ഷേ ഈ മെയ്ത്തി ഇഷ്യൂ വന്നപ്പോൾ വളരെ പരസ്യമായി കുക്കി സുവോ ഗ്രൂപ്പുകൾ ഒരു തീരുമാനമെടുത്തു. ബിരേൻ സിംഗിനെ അനുസരിക്കില്ല, കാരണം അദ്ദേഹം ഈ ഇഷ്യൂവിൽ മെയ്ത്തികളുടെ പക്ഷത്താണ്. അദ്ദേഹം മെയ്ത്തിക്കാരനും കൂടിയാണ്. അദ്ദേഹം മെയ്ത്തിയാണ്. ഒന്ന്, അദ്ദേഹം ഇനിയിപ്പോൾ എത്ര തന്നെ നീതി ചെയ്താലും അവർക്ക് നീതിയായിട്ട് തോന്നൂല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മെയ്ത്തികൾ എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ്, അതുകൊണ്ട് തന്നെ അവർ BJP-കാരാണ് എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് പോയി. ആഭ്യന്തര വകുപ്പിന്, അവിടുത്തെ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാതായി. അപ്പോൾ കേന്ദ്രം നിവൃത്തിയില്ലാത്ത ഒരിക്കൽ കഴിഞ്ഞ് ഈ ഒക്ടോബർ മാസം ഒടുവിൽ കേന്ദ്രം ഒരു യോഗം വിളിച്ചു.
അവിടുത്തെ ബന്ധപ്പെട്ട കക്ഷികളുടെ ലീഡർഷിപ്പിന് ഒരു പരിഹാരം ഉണ്ടായില്ല. എവിടെയും രമ്യത തീരുമാനം ആകാതെ പിരിഞ്ഞു. അതിനുശേഷം വന്നത് കേന്ദ്രം തീരുമാനം വെച്ചു, നിവൃത്തിയില്ലാതെ അവിടുത്തെ കുക്കി സംഘടനകൾ ആവശ്യം കേന്ദ്രം പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും. അങ്ങനെ കേന്ദ്രം നേരിട്ട് CRPFനെ നിയമിച്ചു. CRPF വന്ന് അവിടെ ലോ ആൻഡ് ഓർഡർ ഏറ്റെടുത്തപ്പോൾ കുക്കികൾ അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു. എന്താണെന്നറിയോ? സൈനികമായ കുക്കി സംഘങ്ങൾ വന്ന് CRPFനെ നേരിട്ട് അറ്റാക്ക് ചെയ്തു. CRPF ഏറ്റുമുട്ടലിലാണ് ഈ 10 പേര് കൊല്ലപ്പെട്ടു. 10 പേര്. അതാണ് ഒടുവിലത്തെ സംഭവം. ഇന്ന് 6 പേര് വീണ്ടും കൊല്ലപ്പെട്ടു. തീർച്ചയായിട്ടും പോലീസിനോട് ഏറ്റുമുട്ടാൻ വന്നവരായിരിക്കും. ഇനി കുക്കികളുടെ ഡിമാൻഡ് എന്താണെന്നറിയോ? ഒരു കാരണവശാലും നമ്മുടെ ഈ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ സമരങ്ങളെ നിസ്സാരമായിട്ട് കണ്ടുകൂടാ. കുക്കികളുടെ ഡിമാൻഡ് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് മണിപ്പൂർ ഒരു കൊച്ചു സംസ്ഥാനമാണ്, ഞങ്ങൾക്ക് മണിപ്പൂരിനെ വിഭജിക്കണം. ഇനി മെയ്ത്തി മണിപ്പൂരിൽ ഞങ്ങളില്ല. ശരിക്കും വിഘടനവാദം തന്നെ. ഞങ്ങൾക്ക് കുക്കി മണിപ്പൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ ഒരു UTI ആയി ഞങ്ങൾ നിന്നോളാം, യൂണിയൻ ടെറിട്ടറി ആക്കാം, പക്ഷെ നിയമസഭ വേണം. ഇപ്പോൾ അങ്ങനെയുണ്ടല്ലോ, യൂണിയൻ ടെറിട്ടറി, നിയമസഭയുള്ള യൂണിയൻ ടെറിട്ടറി, കാശ്മീർ പോലെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് ഞങ്ങളെ പരിഗണിക്കൊള്ളാം. എന്തായാലും മണിപ്പൂർ എന്ന സംസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കാൻ ഞങ്ങളില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതാണ്. 2, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ കയ്യിലൊക്കെ ആയുധങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിച്ചെടുത്ത 10 ആയുധങ്ങൾ, 10 മാരകമായ ആയുധങ്ങൾ പിടിച്ചെടുത്തപ്പോൾ പോലീസ് സത്യസന്ധമായും പറയുന്നൊരു കണക്ക്, ആ 10 എണ്ണത്തെ 10 തോക്കുകളിൽ 2 എണ്ണം മണിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ തോക്കാണ്. എങ്ങനെ അവർക്ക് കിട്ടി? വളരെ അപകടം പിടിച്ച സിറ്റുവേഷനാണ്. നമ്മളിപ്പോൾ കാശ്മീരിനെ കുറിച്ചൊക്കെ പണ്ട് കേട്ടിരുന്ന തരത്തിലുള്ള കഥകളാണ് മണിപ്പൂരിൽ നിന്ന് വരുന്നത്. 2, ഈ രണ്ടാമത്തെ കാര്യം, നമ്മുടെ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ 1ഉം 2ഉം അല്ല 6 സംസ്ഥാനങ്ങളിൽ ഇത്തരം സമാനമായ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഒരു കണക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നമ്മൾ പറഞ്ഞാൽ അത് ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ 6 സംസ്ഥാനങ്ങളും ക്രിസ്ത്യൻ സംസ്ഥാനങ്ങളാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നേരത്തെ തന്നെ നമ്മുടെ രാമേന്ദ്രൻ സാറിനെ പോലുള്ള പലരും പല വാർത്തകൾ വെച്ചുകൊണ്ട് നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം, ബംഗ്ലാദേശുമായി പോലും പുതിയ ബംഗ്ലാദേശ് ആരുടെ, മുഹമ്മദ് യൂനുസിന്റെ ബംഗ്ലാദേശുമായി കൂടിയ ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് അമേരിക്കൻ ആവശ്യമാണ് എന്നും വന്നിട്ടുണ്ട്. കാരണം ചൈന അവർക്ക് നോട്ടപ്പുള്ളിയാണ്. ഇന്ത്യയാണെങ്കിൽ അമേരിക്കയോട് പഴയ വിധേയത്വമൊന്നും പുലർത്തുന്നില്ല. ഒരു ശക്തിയാവാനുള്ള, കാരണം അമേരിക്കയോട് മുട്ടാനുള്ള ഒരു ശക്തിയായി ഇന്ത്യയും വളർന്നു വരുന്നുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ബംഗ്ലാദേശിലെ പുതിയ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നുഴഞ്ഞു കയറി അവർക്കാവശ്യമായ പിന്തുണ എത്തിച്ച് ആളും ആയുധവും, അർത്ഥവും ആയുധവും, ആളെ കൊടുത്തില്ലെങ്കിലും ആളെ അവിടുന്ന് കിട്ടുമല്ലോ, അർത്ഥവും ആയുധവും നൽകിയിട്ട് ഇന്ത്യക്കകത്ത് അശാന്തി ഉണ്ടാക്കാനുള്ള, ഇന്ത്യയെ ശിഥിലമാക്കാനുള്ള ആഗോള അജണ്ടയുടെ ഭാഗം കൂടിയാണ് മണിപ്പൂർ എന്ന് വേണം കരുതാൻ. എന്തായാലും മാഷെ, വളരെ സങ്കടകരമായ വാർത്തകളാണ് അവിടുന്ന് വരുന്നത്. തീർച്ചയായും ഈ അപ്സ്പ സൈന്യം നല്ല രീതിയിൽ അവിടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വലിയ കേടില്ലാതെ ജനങ്ങളെ സംരക്ഷിക്കാൻ, അല്ല അതിപ്പോ ഇപ്പോ നമുക്ക് സൈന്യത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഘട്ടത്തിൽ അതേ നിവൃത്തിയുള്ളൂ. പക്ഷേ അത് ദീർഘമായി നിൽക്കാതിരിക്കട്ടെ, ജനാധിപത്യം പുലരട്ടെ. പോലീസ് പറഞ്ഞത് കേൾക്കാതിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലെ ആയുധങ്ങൾ തീവ്രവാദികൾ കൊള്ളയടിക്കുമ്പോൾ പട്ടാളത്തിന് പട്ടാളത്തിന് മാത്രമേ അത് നിയന്ത്രിച്ച് നിർത്തൂ. വല്ലാത്ത നിയമമാണ് കേട്ടോ. ഇന്ന് വന്ന പത്രവാർത്തകൾ അനുസരിച്ച് അറസ്റ്റ് വേണ്ട, കൃത്യമായ ഓർഡറാണ്. നമ്മൾ പണ്ട് ഇത്രത്തോളം ഭീകരമാണ് ഈ AFSPA എന്താണ് അപ്സ്പ എന്ന് വിചാരിച്ചിട്ടില്ല. കൃത്യമായി ഇന്നത്തെ വിശദീകരണമുണ്ട് AFSPയുടെ. അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടതില്ല, അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതില്ല, FIR ഇടേണ്ടതില്ല, വിചാരണ ട്രയൽ നടത്തേണ്ടതില്ല, ഷൂട്ട് അറ്റ് സൈറ്റ് ആണ്. അതിന് അധികാരം നൽകുന്നതാണ് പട്ടാളത്തിന്. വലിയ അപകടം. അത് ഈ കാശ്മീരിലെ ഭീകരരെ നേരിട്ട് കൊണ്ടിരുന്ന നിയമമാണ് കാശ്മീരിൽ. പക്ഷേ ഈ നിയമം നടപ്പാക്കേണ്ടി വന്നില്ല. കാശ്മീരിനേക്കാൾ ചില കാര്യങ്ങളിൽ ഗുരുതരമാണ് നമ്മുടെ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങൾ എന്ന ചരിത്രം. പക്ഷേ നമുക്ക് ഇത് മണിപ്പൂർ ശാന്തമാകട്ടെ, എല്ലാ കുഴപ്പങ്ങളും തീർന്ന്
ഇവരെല്ലാവരും ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു കാലം വരട്ടെ എന്ന് മാത്രമേ മണിപ്പൂരികൾക്ക് വേണ്ടി നമുക്ക് അതെ ആഗ്രഹിക്കാം. ആഗ്രഹിക്കാം.